പ്രേംലാൽ, ഇസ്രായേലിനെതിരെ പാലസ്തീൻ അനുകൂലികൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അതായത് അവിടെ ഒരാഴ്ച മുമ്പ് ഒരു ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരായ 2 പേരെ ഫലസ്തീൻ അനുകൂലിയായ ഒരു യുവാവ് വെടിവെച്ച് കൊന്നിരുന്നു. പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു അയാളത് ചെയ്തത്. ഏതാണ്ട് സമാനമായൊരു സംഗതി തന്നെയാണ് ഇന്നും ഉണ്ടായേക്കുന്നത്. കൊളറാഡോയിലെ ബോൾഡർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഇസ്രായേൽ അനുകൂലികൾ, അതായത് ഗസയിൽ തടവിലാക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ കൊല ചെയ്യപ്പെട്ട ഇസ്രായേലുകാരെ അനുസ്മരിച്ചുകൊണ്ടൊരു ജാഥ നടത്തുന്നുണ്ടായിരുന്നു, ഒരു മൗനജാഥ. അതിനിടയിലേക്ക് ഒരാൾ ചെന്നിട്ട് ഈ നമ്മൾ പെട്രോൾ ബോംബ് എറിയില്ലേ, അതേപോലെ ഒരു സംഗതി, അതിൻ്റെ പേര് മൊളോട്ടോവ് കോക്ടെയിൽ എന്നാണ് അവിടെ അറിയപ്പെടുക. അതായത് എറിയുമ്പോൾ ഈ ഏറുപടക്കം പോലെ അവിടെ ചെന്ന് വീണ് പൊട്ടും. കുപ്പിയുടെ അകത്ത് നിറച്ചൊരു ദ്രാവകം പോലത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് എറിഞ്ഞ് പൊട്ടിച്ചു. ഏതാണ്ട് 6ഓളം പേർക്ക് ഗുരുതര പരിക്കുണ്ട്. അതിൽ ഈ 6 പേര് ഏതാണ്ട് 60-നും 80-നും ഇടയിൽ പ്രായമുള്ള ഇത്തിരി മുതിർന്ന ആൾക്കാരാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ സംഭവത്തെ ഇയാൾ ഈ സംഭവം ചെയ്യുമ്പോൾ നേരത്തെ ഒരാൾ 2 പേര് വെടിവെച്ച് വന്നപ്പോൾ ഫ്രീ പലസ്തീൻ എന്നുള്ള മുദ്രാവാക്യമാണ് വിളിച്ചതെങ്കിൽ ഇയാൾ ഹൗ മെനി ചിൽഡ്രൻ ഹാവ് യു കിൽഡ്, നിങ്ങൾ എത്ര കുഞ്ഞുങ്ങളെയാടാ കൊന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തത്. ഇയാളെ ഒരാൾ തടയാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ വീഡിയോ വൈറലാണ്. ഇയാളെ ഒരാൾ തടയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളിത് ചെയ്യാൻ പാടില്ല എന്ന തരത്തിൽ. അതായത് ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ വല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ഇയാൾ ഷർട്ടൊന്നും ധരിക്കാതെ ഒരു കൂളിംഗ് ഗ്ലാസ് മാത്രം വെച്ചിട്ട് ആണിത് ചെയ്യുന്നത്. മദ്യപിച്ചിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. അപ്പോൾ ഇയാളുടെ കയ്യിൽ ഈ കുപ്പി, ഈ എറിയാനുള്ള ഈ കുപ്പിയും കാണാം, ദൃശ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇതിനെ FBI കൃത്യമായ ലക്ഷ്യത്തോടെ നടത്തിയ ഒരു ഭീകരാക്രമണം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. FBI ചീഫ് കാഷ് പട്ടേലാണ് ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം നൽകിയത്. അതേപോലെ കൊളറാഡോ അറ്റോർണി ജനറൽ ഇതിനെ ഹേറ്റ് ക്രൈം എന്നാണ് വിശേഷിപ്പിച്ചത്. ഹേറ്റ് ക്രൈം എന്ന് വെച്ചാൽ വിദ്വേഷം, എന്തെങ്കിലും അത് മതപരമോ വിശ്വാസപരമോ ആയ വിദ്വേഷത്തിൻ്റെ പേരിൽ നടത്തിയ ഒരു ക്രൈം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അരക്ഷിതാവസ്ഥ ആ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. ആ പ്രദേശം മുഴുവൻ പോലീസ് ഒഴിപ്പിച്ചേക്കുകയാണ്. അവിടെ കുട്ടികളടക്കമുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ആശങ്കയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ 6 പേർക്കാണ് ഇത് സംബന്ധിച്ച് പരിക്കേറ്റി. എല്ലാവർക്കും ദേഹത്ത് വലിയ പൊള്ളലാണ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ദൃശ്യങ്ങൾ അതിൻ്റെയും വരുന്നുണ്ട്. ഈ പരിസരവാസികൾ ഓടിക്കൂടി ഇവരെ ആശ്വസിപ്പിക്കുകയും വേണ്ട പരിചരണമൊക്കെ ചെയ്യുന്നതിൻ്റെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്കയിൽ ഇത്തരത്തിൽ ഈ ഫലസ്തീൻ അനുകൂലികൾ ചെയ്യുന്ന ഈ ഒരാഴ്ചക്കിടയിൽ നടക്കുന്ന 2ാമത്തെ സംഭവമാണ്. കഴിഞ്ഞ ആഴ്ച അവിടെ ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരായ 2 പേരെ, ഒരു സ്ത്രീയും പുരുഷനും, അവർ വിവാഹിതരാകാൻ ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നുള്ളൂ, അവരെയാണ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ അവരും ഈ വെടിവെച്ച ആളും തമ്മിൽ യാതൊരു മുൻപരിചയവും ഇല്ല. അവർ ഇതേപോലെ ഫ്രീ ഫലസ്തീൻ എന്ന് പറയുന്നൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ചെന്ന് ചെയ്യുന്നു. അതായത് ഇസ്രായേൽ വിദ്വേഷത്തിൻ്റെ പേരിലാണ് ഈ സംഗതികളെല്ലാം നടന്നത്. അതിനെയും അമേരിക്കയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു തീവ്രവാദ പ്രവർത്തനം ആയിട്ട് തന്നെയാണ് വിശേഷിപ്പിച്ചത്. പ്രത്യേകിച്ചും വാഷിങ്ടൺ DC-യിലാണ് ആ സംഭവം നടന്നത്. അത് വളരെ അതീവ സുരക്ഷാ മേഖലയും കൂടിയാണ്. FBI ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്ത് വെച്ചാണ് ആ സംഭവം നടന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കാര്യം ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടോ? കാര്യം ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തുന്ന സംഗതി എന്ന നിലയിലാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്ന. ആ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇത്തരം സംഗതികൾ ആവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അമേരിക്കയിൽ ചില നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ ഫലസ്തീൻ അനുകൂലികളെ സെമിറ്റിക്കുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് ജൂതമത വിദ്വേഷം പേര് നടക്കുന്നവർ, ജൂതന്മാരെ കണ്ണെടുത്ത് കണ്ടുകൂടാ, ആ രീതിയിൽ അവരെ കൊലപ്പെടുത്തുക, അവരെ ആ രീതിയിൽ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്നവർ എന്നാണ് വിശേഷിപ്പിച്ചത്. അതുകൂടാതെ ഈ അവിടുത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് അമേരിക്കയിൽ. ഈ യൂണിവേഴ്സിറ്റികളിൽ ഒരു നല്ലൊരു വിഭാഗം വിദേശത്ത് നിന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അതിൽ ഈ ഫലസ്തീൻ അനുകൂലികൾ കണ്ടമാനം കടന്നുകൂടി അവിടെ ഈ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും പല ക്യാമ്പസുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിൽ കുട്ടികൾ വന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ പലതിൻ്റെയും ഫണ്ടിങ് പോലും അമേരിക്ക നിർത്തലാക്കിയിട്ടുണ്ട്. ഈ ഫലസ്തീൻ അനുകൂലികളെ മാത്രമല്ല, ചൈനീസ് അവരെയും ഈ രീതിയിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അകറ്റുന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ആ ഒരു നടപടി. കാരണം പല യൂണിവേഴ്സിറ്റികളിലും ഇടതനുകൂല പ്രസ്താവനകളും പ്രകടനങ്ങളും അരങ്ങേറുന്നതായിട്ടും കാണുന്നുണ്ട്. അമേരിക്ക കർശനമായ ഒരു ഇതിലേക്ക് പോവുകയാണ് അല്ലേ? ഉറപ്പായിട്ടും. കാരണം അമേരിക്കയെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന പോലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം അവർ വിദേശീയരെ, അവരുടെ നാട്ടിലല്ലാത്തവരെ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട് കൃത്യമായി.
ഇപ്പോൾ ഈ സമീപകാലത്ത് ഇന്ത്യക്കാരടക്കമുള്ളവരെ നമ്മൾ കണ്ടതാണല്ലോ, ഈ കയ്യിലും കാലിലും വിലങ്ങണിയിച്ചാണ് എത്തിയേക്കുന്നത്. അതായത് അനധികൃതമായി അല്ലെങ്കിൽ അത്തരത്തിൽ അവിടെ കുടിയേറിക്കുന്നവരെ കൃത്യമായി നിരീക്ഷിക്കുകയും അവരെ ആ രാജ്യത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ട്. അതിന് ഈ സെപ്റ്റംബർ 11 ഭീകരാക്രമണവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു നടപടികളുടെ തുടർച്ച ഈ കാര്യത്തിൽ ഉണ്ടാകും. ഒരു പക്ഷേ ഈ പറയുന്ന ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ നടത്തുന്നവരെ കൃത്യമായി കണ്ടെത്തി അമേരിക്കയിൽ നിന്ന് പുറന്തള്ളാനായിട്ടുള്ള നടപടികളിലേക്ക് സമീപ ദിവസങ്ങളിൽ തന്നെ അവർ കടന്നേക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഇവരുടെ ഈ പലസ്തീൻ അനുകൂലികളുടെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഉറപ്പായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് വ്യക്തമായ ആസൂത്രണത്തോടെയാണോ ഇത് നടക്കുന്നത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. കാരണം ഒറ്റപ്പെട്ടൊരു സംഗതിയായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല. കാര്യം സമാന സ്വഭാവമുള്ള രണ്ട് സംഗതികൾ ഒരാഴ്ച ഇടവേളയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് FBI അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘം ഉണ്ടാവുമല്ലോ. ഇവരൊക്കെ ഇതിൻ്റെ പടയാളികളായി ഇറങ്ങി ചാവേറുകളെ പോലെ ഇറങ്ങി തിരിക്കുന്നവരാണ്. അപ്പോൾ ഇവരെ കൃത്യമായി ഇതിലേക്ക് തള്ളിവിടുന്ന, ഇതിനെയൊക്കെ ആസൂത്രണം ചെയ്യുന്ന ആരാണോ അവരെ കണ്ടെത്തുക, അതിനുള്ള നടപടികളുമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പുരോഗമിക്കുന്നുണ്ട്. അവരിതിനെ ഒരു ഭീകരാക്രമണം ആയിട്ട് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിൽ അത്തരത്തിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം, ഭീകരാക്രമണവും നടത്തുകയാണെങ്കിൽ അവരെ ഏത് രീതിയിലാണ് അമേരിക്ക കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് മുന്നനുഭവങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും കർശനമായ നടപടി ഉണ്ടാകും. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഫലസ്തീൻ അനുകൂല ചിന്താഗതികളായിട്ട് നടക്കുന്നവരെ സോഷ്യൽ മീഡിയ സ്ക്രീനിങ് അടക്കം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതായത് ഏറ്റവും വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നത് ആ മേഖലകളിൽ കൂടിയാണല്ലോ. അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെയൊക്കെ കണ്ടെത്തി കൃത്യമായി അവർക്കെതിരെയുള്ള അന്വേഷണങ്ങളും നടപടികളും പുരോഗമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ അടുത്ത ലക്ഷ്യം, ഇപ്പോൾ അമേരിക്കയിൽ ഇനി പണി നടക്കില്ലെന്ന് മനസ്സിലായി, അടുത്ത ലക്ഷ്യം എങ്ങോട്ടേക്കായിരിക്കും? അങ്ങനെ നമുക്കിപ്പോൾ പറയാനൊക്കില്ല. കാര്യം ഈ അമേരിക്കയിൽ ധാരാളം വിദേശ രാജ്യത്തു നിന്നുള്ളവർ കുടിയേറുന്ന ഒരു സ്ഥലമാണ്. ഇസ്രയേലിൽ നിന്നുള്ള ധാരാളം പേർ അവിടെയുണ്ട്. ഇസ്രയേലികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലകളുമുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫലസ്തീൻ അനുകൂലികളും വിവിധ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെന്ന ഭാവേനയോ തൊഴിലന്വേഷകരായിട്ടൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ ഗസയിൽ നടക്കുന്ന ഇസ്രയേലിൻ്റെ സൈനിക നടപടികളുടെ അതിൻ്റെ ഒരു പ്രതികരണമെന്ന നിലയിൽ അവരുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ഇവിടെയുള്ള ഇതിലൊന്നും പെടാത്ത സാധാരണക്കാരായ ഇസ്രയേൽക്കാർക്കെതിരെയാണ്. അതായത് വംശീയ വിദ്വേഷമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ട്രംപ് വിശേഷിപ്പിച്ച പോലെ ആൻറ്റിസെമിറ്റിസം, ജൂതമത വിദ്വേഷം, അതിൻ്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെതിരെ അമേരിക്ക കർശനമായ നിലപാടെടുക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. സമീപ ദിവസങ്ങളിൽ തന്നെ നമുക്ക് അത്തരം നടപടികളുടെ വാർത്തകളും നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.